ഇതെന്താ പപ്പു ബംഗാളി പാട്ടൊക്കെ പാടിയിരിക്കുന്നേ? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ചിട്ടി, നീ കുഞ്ഞു കുട്ടിയല്ലേ. ഇതെന്താ കയ്യിലൊരു പെട്ടി? ഇതങ്ങനെ സാധാരണ ഒരു പെട്ടിയല്ല, ഇതാണ് ജീപ് ബൂംബ ടൂൾ കിറ്റ്. എപ്പോ എന്താവശ്യം വന്നാലും അതെല്ലാം ശരിയാക്കാനുള്ള ടൂള് ഈ കിറ്റിലുണ്ട്. അതായിരുന്ന ഞാൻ വിചാരിച്ച അപ്പൂപ്പന്റെ മുറുക്കാൻ പെട്ടിയായിരിക്കുന്ന. നിനക്കിറങ്ങേണ്ട സ്റ്റോപ്പ് ആയല്ലോ, എന്തിനാ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയത്? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല പപ്പു, നീ പാട്ട് പാടി പോയിക്കോ. ടെൻഷൻ അടിക്കാത്ത ചിട്ടി, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാലേ ആരെങ്കിലും വല്ല കൊട്ടയിൽ കയറ്റിട്ട് കൊണ്ടുപോകോ കേട്ടോ. വീട്ടിലേക്ക് പോയിക്കോ വേഗം. ചിരിച്ചോ ചിരിച്ചോ, നിന്റെ ചിരി ഞാൻ ശരിയാക്കുന്നുണ്ട്. എലിക്കുട്ടി ഒന്ന് നിന്നെ. ഇത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പഴാണ് പപ്പു നിന്നെ കാണാൻ നല്ല ഭംഗിയായത്. മമ്മ ബഡേ ചായ് തായ് തായ്. നീ എത്ര വേണേലും ചിരിച്ചാ ചിട്ടി, പക്ഷേ നിന്റെ ജീബൂമ്പ ടൂൾ കിറ്റ് വെച്ച് എന്റെ കാറൊന്ന് ശരിയാക്കി തരാമോ പ്ലീസ്? ഇതൊന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് വേണോ എലിക്കുട്ടി പയ്യനൊന്ന് ശരിപ്പെടുത്താൻ. അങ്ങനെ വഴിക്ക് വാ. നീ പേടിക്കണ്ട പപ്പു, എന്റെ കയ്യിൽ ജീബൂമ്പ കിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? അല്ലാതെ ആലോചിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും നടക്കുമോ? ഇതാ ശരിയാർക്കോ? ഇത് ഓക്കെ ആണല്ലോ. എന്തോ ഭാഗ്യം, പപ്പു കണ്ടില്ല. പപ്പു പപ്പു പറയ് ചിട്ടി. ഒന്നുമില്ല ഒന്നുമില്ല, നീ എന്നെ കണ്ടു. അയ്യോ ചിട്ടി, ഇതെന്താ ശരിക്കും ഞാൻ തന്നെയാണോ ഇത്? നിന്നെ കണ്ടിട്ട് എനിക്ക് ചിരി നിർത്താനേ പറ്റുന്നില്ല പപ്പു. ചിരി വരുന്നോ? നിന്നെ ഒന്ന് ആദ്യം ശരിയാക്കി എടുക്കട്ടെ. നിന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഈ ജീബൂം ബക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. നോക്ക് നോക്ക് വേഗം. ഇത് അഴിക്കാനുള്ളത്, ഇത് മാറ്റാനുള്ളത്, ഇതാണ് ആവശ്യമുള്ളത്. കണ്ണടച്ച പപ്പു. ഇപ്പൊ നോക്ക് നിന്റെ മുഖം. നോക്കട്ടെ. ചുള്ളൻ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കുറച്ച് മുൻപുണ്ടായിരുന്ന മുഖം ഇതിലും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നേ. എന്താന്ന്? അതൊക്കെ പോട്ടെ, നീ പോയി കാറ് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. നീ സൂപ്പറാ. നിന്റെ ജീമ്പു ബക്കറ്റ് ആണെങ്കിൽ അതിൽ സൂപ്പർ. അത് വിട ചിട്ടി, ഞാൻ രാജസ്ഥാനിലേക്ക് റിവേഴ്സ് ഗിയറിൽ പോയിട്ടുള്ള ആളാ. ഒന്ന് പോ ചിട്ടി. അയ്യോ പപ്പു, നീ ഒരിക്കലും നന്നാവില്ല അല്ലേ? ജീമ്പൂമ്പ ടൂൾ